കുട്ടിക്കാലത്തോ സ്കൂളിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോഴോ ഒക്കെ പഠന സഹായികൾ എന്ന് പറഞ്ഞ ഗൈഡുകൾ വെച്ച് പഠിച്ചവരായിരിക്കും ഭൂരിപക്ഷ ആളുകൾ. പുസ്തകങ്ങളൊക്കെ പഠിച്ച് മുഴുവൻ വായിച്ചു തീർന്ന് പഠിക്കാനോ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിക്കാനോ ഒക്കെ കഴിഞ്ഞില്ലെങ്കിലും ഗൈഡ് സഹായിക്കും, ഒരു സംശയമില്ല. ഗൈഡിൻ്റെ സഹായത്താൽ പരീക്ഷ എഴുതി ജയിച്ചവരായിരിക്കണം ഒരുപക്ഷെ കേരളത്തിലെ ഭൂരിപക്ഷം സാമാന്യ വിദ്യാർത്ഥികളും. അപ്പോൾ ഓരോ തലമുറയ്ക്കും അവർ പഠിച്ച ഗൈഡുകളെക്കുറിച്ച് ഓർമ്മിക്കാനും കാണും. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഏറ്റവും പ്രശസ്തമായ ഗൈഡ് കോട്ടയത്ത് നിന്ന് വരുന്ന അസീസി ഗൈഡായിരുന്നു. അസീസി ഗൈഡ്, അത് കഴിഞ്ഞ് വി ഗൈഡ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ഉണ്ടായിരുന്നു. കുറേ കാലം ആ ഗൈഡുകൾ വളരെ പ്രസിദ്ധമായി നിന്നിരുന്നു. അവയ്ക്ക് മുമ്പ് എത്രയോ ഗൈഡുകൾ, എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള ഗൈഡുകൾ, ഞാനും 70കളുടെ കഥയാണ് പറയുന്നത്. 80കളിലും 90കളിലും അതിനു മുമ്പ് 40കളിലും 50കളിലും ഒക്കെ ഗൈഡുകളുണ്ടായിരുന്നു. ഓരോ തലമുറയ്ക്കും അത് ഓർമ്മിക്കാനുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ മരങ്ങാട്ടുപള്ളി എന്ന് പ്രസിദ്ധീകരിക്കുന്ന ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ മാസിക ഈ ഗൈഡുകളെയൊക്കെ പുറത്താക്കി മാസികാ രൂപത്തിൽ തന്നെ എല്ലാ മാസവും പാഠ്യപദ്ധതി കുട്ടികളുടെ മുമ്പിൽ വളരെ ലളിതമായി അവതരിപ്പിച്ച ഒരു പ്രസിദ്ധീകരണമാണ്. ഇങ്ങനെ സ്കൂളിന് പുറത്തുള്ള സമാന്തരമായ പഠന സഹായികളുടെ ഒരു വലിയ നീണ്ട ചരിത്രം തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, മലയാളത്തിൽ ആദ്യമായിട്ട് ഗൈഡ് എഴുതിയത് ആരായിരിക്കും? മലയാളത്തിൽ ആദ്യത്തെ ഗൈഡ് എഴുതിയത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഘണ്ടുവായ ശബ്ദധാരാവലി എഴുതിയ ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ളയാണ്. തൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വക്കീലാകാനുള്ള ശ്രമത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കാലത്തൊരു തൊഴിലില്ലെങ്കിൽ സാഹിത്യവാസനയുള്ള ആളുകൾക്ക് പുസ്തകം എഴുതി ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രസാധകരിൽ നിന്ന് വലിയ പൈസയൊന്നും കിട്ടില്ല, നിസ്സാരമായ തുകയെ കിട്ടും. അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിൽക്കാലത്ത് നിഘണ്ടു രചനയിലേക്ക് തിരിയുന്നതിന് മുമ്പ്, നിഘണ്ടു തന്നെ വലിയ ദാരിദ്ര്യം സഹിച്ചാണ് അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയത്, വലിയ ലാഭമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായതുമില്ല. നിഘണ്ടുവിലേക്ക്, ശബ്ദധാരാവലിയുടെ നിർമ്മാണത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1892 അദ്ദേഹം ഗൈഡുകൾ എഴുതാൻ തുടങ്ങി. അന്ന് ഗൈഡ് എന്ന വാക്കല്ല പറഞ്ഞിരുന്നത്, ക്ലാസ് നോട്ടുകൾ എന്നാണ്. നോട്ട് എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അന്നത്തെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കാൻ വെച്ചിരുന്ന പുസ്തകങ്ങൾക്ക്, അക്കാലത്ത് പഠിക്കാൻ വെച്ചിരുന്ന പുസ്തകങ്ങൾ ഇന്നത്തേതുപോലെയല്ല. ചമ്പു, മണിപ്രവാളം തുടങ്ങിയ കാവ്യങ്ങളൊക്കെയാണ് പഠിക്കാൻ വയ്ക്കുന്നത്. അവ അത്ര എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവില്ല. അതിന് പഠന സഹായി എന്നുള്ള നിലയിൽ 1892 ആദ്യമായിട്ട് അദ്ദേഹം ഉഷാ കല്യാണം എന്ന ചമ്പുവിന് ഒരു നോട്ട് അഥവാ ഗൈഡ് എഴുതി. അവിടെ നിന്നാണ് 1892 നിന്നാണ് മലയാളത്തിലെ പരീക്ഷാ പഠന സഹായികളുടെ, അഥവാ ഗൈഡുകളുടെ ചരിത്രം തുടങ്ങുന്നത്. ആദ്യത്തെ ഗൈഡ് എഴുതിയത് ഇന്നും നമ്മളെ ഒരു ഗൈഡ് പോലെ നയിക്കുന്ന, എല്ലാ മലയാളിയും എന്നും നോക്കുന്ന പുസ്തകങ്ങളിലൊന്നായ ശബ്ദധാരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ്.